ഫ്ലേമിംഗ് തിങ്സ് എന്ന ഈ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ റിവ്യൂസ് അതുപോലെ റോസ്റ്റിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ച് തുടങ്ങിയിരിക്കുന്ന ചാനലാണ്. അപ്പോൾ തീർച്ചയായും നല്ല വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോകൾ ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ ഇന്ത്യൻ 2 കണ്ടു, അതിൻ്റെ സിനിമ ടിക്കറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഡയറക്ടർ ശങ്കർ പ്ലസ് സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒക്കെ ശങ്കർ തന്നെയാണ്. അതുപോലെ മ്യൂസിക് അനിരുദ്ധ് രവിചന്ദർ, പിന്നെ ഡയലോഗ്സ് ബി ജയമോഹൻ, കപിലൻ മാരിമുത്ത്, ലക്ഷ്മി ശരവണകുമാർ. അതുപോലെ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീകർ പ്രസാദ്, സിനിമ ഓട്ടോഗ്രാഫി രവിവർമ്മൻ, ആർട്ട് ഡയറക്ടർ മുത്തുരാജ്. പിന്നെ ഈ സിനിമയുടെ VFX ചെയ്തിരിക്കുന്നത് ശ്രീനിവാസ് മോഹനാണ്. അതുപോലെ ഈ സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റർ പീറ്റർ ഹെയ്നാണ്. പിന്നെ ഈ സിനിമയിൽ ഉലകനായകൻ കമലഹാസൻ്റെ ഒപ്പം ഒരു വൻ താരനിര തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ്, രാഹുൽ പ്രീത് സിംഗ്, പ്രിയ ഭവാനി ശങ്കർ, ബോബി സിംഹ, സമുദ്രകനി, SJ സൂര്യ, ഡൽഹി ഗണേഷ്, വിവേക്, മനോബാല, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നെടുമുടി വേണു സാർ, ഇവരൊക്കെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ സിനിമ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്ന് ഞാൻ പറയുകയാണ്. ആദ്യം തന്നെ ഡയറക്ടർ ശങ്കർ സാർ, ഐ എം പ്രൗഡ് ഓഫ് യു സാർ. ഒരു ഡയറക്ടർ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ സിനിമയിലൂടെ വീണ്ടും നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ ചില ഡയറക്ടർമാരൊക്കെ ഈ ഡയറക്ടർ ശങ്കറിനെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരു ബ്രഹ്മാണ്ഡ സിനിമ എടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ഇദ്ദേഹത്തെ കണ്ട് ശരിക്കും മനസ്സിലാക്കണം. ചിലരൊക്കെ ഈ അടുത്ത കാലത്ത് സിനിമ എടുത്തിട്ട് അത് ബ്രഹ്മാണ്ഡ സിനിമയാണ്, മഹാനടന്മാരൊക്കെ ഉണ്ട് എന്നൊക്കെ ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ആ സിനിമയ്ക്ക് പ്രേക്ഷകർ ചെന്ന് കഴിയുമ്പോൾ ഇത് 5 പൈസയ്ക്കില്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ചുരുക്കം ചില ഡയറക്ടർമാർ തീർച്ചയായും ഡയറക്ടർ ശങ്കർ അതുപോലെ രാജമൗലിയൊക്കെ കണ്ട് പഠിക്കാനുണ്ട്. കാരണം ബ്രഹ്മാണ്ഡ സിനിമയാണ്, അതിൽ വലിയ നടനൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ആ സിനിമയിലും വേണ്ടതാണ്. ശങ്കർ സാറ് ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്ത് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ 1 ശേഷം നമ്മുടെ ഇന്ത്യയിൽ നടന്ന അഴിമതി വിവരങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞത് അത് എങ്ങനെയാണ് സേനാപതിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സേനാപതി കൈകാര്യം ചെയ്യുക എന്ന് ചിന്തിച്ച് അങ്ങനെയാണ് ഈ സിനിമ ഒരുക്കിയത് എന്നാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം ആ കാലഘട്ടത്തിനിടയ്ക്ക് വന്ന അഴിമതി വിവരങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കുക, ഞാൻ പറയുന്നില്ല. അതിൽ പ്രകൃത്യാലല്ലാതെ പ്രളയം വരാനുള്ള സാധ്യത, അഴിമതി കാരണം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതേപോലെ ഭൂകമ്പം പ്രകൃത്യാലല്ലാതെ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അഴിമതികളെക്കുറിച്ച് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ശരിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ശങ്കർ എടുത്തിട്ടുണ്ട്. അതാണ് ശങ്കറിൻ്റെ സിനിമ എടുക്കുന്നതിൻ്റെ മികവ്. ശങ്കർ സാറിനെ കുറിച്ച് ഒരു സ്റ്റേജ് ഷോയിൽ രജനി സാർ പറഞ്ഞത് ഇതാണ്: ശങ്കറിൻ്റെ ഉള്ളിൽ ഒരു 16 വയസ്സുള്ളൊരു പയ്യനുണ്ട്. ആ പയ്യൻ എന്തൊക്കെ ഇമാജിൻ ചെയ്യുന്നുവോ, ആ പയ്യൻ എന്തൊക്കെ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നുവോ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ശങ്കർ സിനിമയിലൂടെ ചെയ്യുന്നത് എന്നാണ്. അത് ശരിക്കും വാസ്തവമാണ്. അത് ഈ സിനിമയിലും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അടുത്തത് മ്യൂസിക്. അനിരുദ്ധ് രവിചന്ദർ ഈ സിനിമയിൽ മ്യൂസിക് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ താത്ത വരാറ് എന്നൊരു സോങ് ഉണ്ട്. അതിൻ്റെ BGM ഒക്കെ അമ്മാതിരി BGM ആണ് കൊടുത്തിരിക്കുന്നത്, നന്നായിട്ടുണ്ട്. അതുപോലെ സേനാപതിയെ കാണിക്കുന്നതിന് മുമ്പ് ഒരു സീനിൽ ഒരു VFXൽ ഒരു വിരൽ, അദ്ദേഹത്തിൻ്റെ മർമ്മവിദ്യ ഇതാണല്ലോ, അതിങ്ങനെ വന്നിട്ട് ആ ഇന്ത്യയുടെ മാപ്പ് താഴെ കാണിക്കുന്നുണ്ട്. അതിൽ വന്ന് കുത്തുമ്പോൾ ആ ഇന്ത്യ മുഴുവൻ അങ്ങനെ പച്ച പിടിക്കുന്ന ഒരു സീനുണ്ട്. അതിനൊക്കെ മ്യൂസിക് ഗംഭീരമാണ്, അതേപോലെ VFXും ഗംഭീരമാണ്. ഇന്ത്യൻ 1 വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ 2 ഒരു മൈനസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പാട്ടുകളാണ്, അതേപോലെ മ്യൂസിക്കും. കാരണം ആ സിനിമയിലെ പാട്ടുകളൊക്കെ നല്ല നല്ല പാട്ടുകളാണ്. അതേപോലെ അതോടൊപ്പം AR റഹ്മാൻ്റെ മ്യൂസിക് കൂടി ചേർന്നപ്പോൾ ആ പാട്ടുകളൊക്കെ വൻ ഹിറ്റായിരുന്നു. കാരണം അവ ഗംഭീരമായിരുന്നു, അതൊക്കെ ഹൃദയത്തിൽ നമുക്ക് തട്ടുന്ന പാട്ടുകളായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അത്ര പാട്ടുകളും ഇല്ല. ആ സിനിമയുടെ അത്രയ്ക്കുള്ള മ്യൂസിക്കും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഈ സിനിമയുടെ VFXനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ. ഗംഭീര VFX ആണ് സൂപ്പർവൈസർ ശ്രീനിവാസ് മോഹൻ നൽകിയിരിക്കുന്നത്. ഇതിൽ നമ്മളെ വിട്ടുപോയ നെടുമുടി വേണു സാറിനെ എവിടെയാണ് VFX ചെയ്തിരിക്കണമെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടേ ഇല്ല.
ഈ സിനിമ മുഴുവൻ അദ്ദേഹം ഉണ്ട്, പക്ഷേ എവിടെയാണ് VFX എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് VFX ചെയ്തിരിക്കുന്നത്. അതേപോലെ മനോബാലയും തന്നെ VFXിലൂടെ നമുക്ക് ഏതാണ് VFX ഏതാണ് ഒറിജിനൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിവേക് സാറിനെ ആണെങ്കിൽ ചില സീനുകൾ അദ്ദേഹം കണ്ണ് കാണിക്കുന്ന ആ ഒരു ആക്ഷനിൽ നിന്ന് അത് VFX ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നുമോയെന്നറിയില്ല. ആ വിവേകിനെ കാണിക്കുമ്പോഴൊക്കെ ചില ഭാഗങ്ങൾ അങ്ങനെയാണ്. പക്ഷേ എന്നാലും VFXിലൂടെ അദ്ദേഹത്തെയും പല സീനുകളിലും ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ സിനിമയിൽ കുറേ കാർട്ടൂൺ രീതിയിലുള്ള VFXകളും കാണിക്കുന്നുണ്ട്. അത് ഈ സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതൊരു കോമഡി രീതിയിലാണ് കാണിക്കുന്നത്, പക്ഷെ നന്നായിട്ടുണ്ട്. ടോട്ടലി VFXിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഗംഭീരമാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തത് ഉലകനായകൻ കമൽ സാർ. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഈ സിനിമയിൽ പറയേണ്ടത്? ഉലകനായകൻ എന്ന വേർഡിന് അദ്ദേഹം മാത്രമേ പൊരുന്തുകയുള്ളൂ എന്ന് ഈ സിനിമയിലൂടെ വീണ്ടും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. എന്താ ഗെറ്റപ്പ്! ദശാവതാരം സിനിമ ചെയ്തപ്പോൾ അദ്ദേഹം 10 ഗെറ്റപ്പ് ചെയ്തല്ലോ, അതുപോലെ ഇതിലും കുറേ ഗെറ്റപ്പുകളുണ്ട്. ആ ഗെറ്റപ്പുകൾക്കനുസരിച്ചുള്ള അഭിനയവും ഉണ്ട്. സേനാപതിക്ക് വേണമെങ്കിൽ വയസ്സായിട്ടുണ്ടാകാം, പക്ഷേ കമൽ സാറിന് വയസ്സായിട്ടേ ഇല്ല. കാരണം ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന സ്റ്റണ്ട് സീനുകൾക്കുള്ള ആ ഒരു എഫർട്ട് അത് പറയുക തന്നെ വേണം. സ്റ്റണ്ട് സീനുകൾ ഇത്രയും ഗംഭീരമാകാൻ ഒന്നാമത്തെ കാരണം ശങ്കർ, രണ്ടാമത്തെ കാരണം കമൽ സാർ, മൂന്നാമത്തെ കാരണം സ്റ്റണ്ട് മാസ്റ്റർ പീറ്റർ ഹെയ്ൻ. ഇവർ 3 പേരും കൂടി കഴിഞ്ഞാൽ ആക്ഷനൊക്കെ എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഗംഭീര ഫൈറ്റ് ഉണ്ട്. അവസാനം കമൽ സാറിനെ പൂട്ടിയിട്ടൊരു അടിയുണ്ട്. അത് ഗംഭീര ഫൈറ്റാണ്. അത് നന്നായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതും വെറും ഫൈറ്റല്ല, ഒരു വയസ്സായ ഒരാൾ 6 പാക്കിലൂടെ നിന്ന് കഴിഞ്ഞിട്ട് അടിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ ഒരു അടി. ഇപ്പോൾ വടിവേല് പറയാറില്ലേ എന്നോ അടി, ആ മോഡലിൽ അടി എന്ന് പറഞ്ഞാൽ അടി അമ്മാരി അടിയാണ്. നന്നായിട്ടുണ്ട്. ഇന്ത്യൻ 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് കാണുക കേട്ടോ. കാരണം അത് കണ്ടതിന് ശേഷം ഇത് പോയി കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതൊരു ഫീല് കിട്ടുക. ഞാൻ ആ സിനിമ പണ്ട് കണ്ടതാണ്, എന്നാലും ആ സിനിമയുടെ എല്ലാ വശങ്ങളും തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ നിന്നുള്ള ബാക്കിയായിട്ട് ഇതൊരു നന്നായിട്ട് ഫീൽ ചെയ്തു. ഇന്ത്യൻ 1 സേനാപതി സ്വന്തം മകനെ തന്നെ കൈക്കൂലിയുടെ പേരിൽ കൊല്ലുന്നു, അത് നമ്മൾ കണ്ടതാണ്. അതേപോലെ സ്വന്തം മോള് ഗ്യാസ് പൊട്ടിത്തെറിച്ച് വെന്തെരിഞ്ഞ അവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ വെറും 500 രൂപ കൈക്കൂലി ചോദിച്ചപ്പോൾ അത് കൊടുക്കാത്ത ആ ഫ്രീഡം ഫൈറ്റർ സ്വന്തം മകൾ മരിക്കാനും കാരണമാവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അഴിമതി കൊണ്ടാണ് അദ്ദേഹം അതങ്ങനെ ചെയ്യുന്നത്, അത് ലോജിക്കുണ്ട്. പക്ഷേ മകൻ മരിക്കാനും മകൾ മരിക്കാനും ആ സിനിമയിൽ സേനാപതിയും ഒരു കാരണമാകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ തെറ്റല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് അതിൽ കൊടുക്കുന്നുണ്ട്. ഈ സിനിമയിലും അതേപോലത്തെ തന്നെ സീനുകൾ ഉണ്ട് കേട്ടോ. അത് കുറച്ച് വേദനാജനകമാണ്, പക്ഷെ അതിനും ലോജിക്കും കാരണവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കതൊരു വേദനിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവസാനമാകുമ്പോഴേക്കും തോന്നുക. ഈ സിനിമയിൽ സേനാപതി ഇന്ത്യയിലെ ഒന്നടങ്കം യുവതീ-യുവാക്കളോട് ഒരു കാര്യം ആഹ്വാനം ചെയ്യുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സിനിമ നിങ്ങൾ കണ്ട് അത് മനസ്സിലാക്കുക. കാരണം അതിൻ്റെ ഒരു ഫീല് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാനത് പറയാത്തത്. ഈ സിനിമയിൽ യുവതീ-യുവാക്കൾ അത് ചെയ്യുന്നുണ്ട്, സേനാപതി പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഭവിഷ്യത്ത് വരുന്നത് എന്ന് അവർ ചിന്തിക്കാത്ത പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് അവസാനമാകുമ്പോൾ ഒരു ഫീലിംഗ് തരുന്നത്. സിനിമയിലൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ യുവതീ-യുവാക്കൾ അത് ചെയ്യില്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ സിനിമയ്ക്കൊക്കെ യഥാർത്ഥത്തിൽ അതാരും ചെയ്യില്ല. കാരണം മാതാപിതാക്കളെ എല്ലാവർക്കും ജീവനാണ്. ഈ സിനിമയിലെ ആക്ടേഴ്സിനും അവരുടെ മാതാപിതാക്കളെയൊക്കെ ജീവൻ തന്നെയാണ്. പക്ഷേ സേനാപതി പറഞ്ഞതുകൊണ്ട് അത് ചെയ്തത് കൊണ്ട് അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. സിനിമയുടെ അവസാനമാകുമ്പോൾ അങ്ങനൊരു ഘട്ടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നുമല്ല കാര്യമെന്ന് സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ സിനിമ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകരുത്. സിനിമയുടെ പേര് വരുന്ന സമയത്ത് ഇന്ത്യൻ 3യുടെ ട്രെയിലർ കാണിക്കുന്നുണ്ട്. ഒരു ഗംഭീര ട്രെയിലറാണ്. ആ ട്രെയിലറിൽ എന്തുകൊണ്ടാണ് സേനാപതി ഇങ്ങനെയൊരു ആഹ്വാനം ചെയ്തത് എന്നതിനൊരു സൂചന കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല, എങ്കിലും ഒരു സൂചന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ 3 കാണുമ്പോഴേ നമുക്ക് ഇന്ത്യൻ 2യുടെ ആ ഒരു എഫക്റ്റ് കൂടി ശരിക്കും മനസ്സിലാവുകയുള്ളൂ.
ഈ സിനിമയിൽ നെടുമുടി വേണു സാറ്, വിവേക് സാറ്, മനോബാല സാറ് ഇവരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീല് വരുന്നുണ്ട്. അതിൻ്റെ കാരണം അവരിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ VFXിലൂടെ ഈ 3 പേരും യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അവർ എങ്ങനെയാണോ അഭിനയിക്കുക അതുപോലെ തന്നെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫീല് തരുന്നുണ്ട്. ഈ സിനിമയിലും ഇന്ത്യൻ 1 പോലെ തന്നെ സേനാപതി എങ്ങനെ ഇന്ത്യയെ അഴിമതി രഹിതമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിവൃത്തം. പക്ഷേ ഈ സിനിമയിൽ അത് കാണിച്ചിരിക്കുന്ന രീതികളിൽ ഒന്നുകൂടി മാറ്റമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യുവതീ-യുവാക്കളോട് അദ്ദേഹം പറയുന്ന കാര്യം. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യൻ 1 നെടുമുടി വേണു സാറാണ് CID ആയിട്ട് വരുന്നത്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് ആ റോള് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ബോബി സിംഹയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വളരെ സൂപ്പറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ സിദ്ധാർത്ഥ്, പ്രിയ ഭവാനി ശങ്കർ അവരുടെ ടീം ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയുണ്ട്. അവർ ഈ സിനിമയ്ക്ക് നല്ലൊരു ഊർജ്ജമാണ് കേട്ടോ. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ സിദ്ധാർത്ഥിൻ്റെ അഭിനയം, അതേപോലെ പ്രിയ ഭവാനി ശങ്കറുടെ അഭിനയമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഈ സിനിമയിലും ഇന്ത്യൻ 1 പോലെ തന്നെ മർമ്മവിദ്യ തന്നെയാണ് പ്രധാന ആക്ഷൻ. അത് ഈ സിനിമയിൽ ഒന്നുകൂടി കമൽ സാറ് പല രീതികളിൽ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ സേനാപതി ആദ്യം തന്നെ കാണിക്കുന്നില്ല. ഒരു കുറച്ച് ഭാഗം അദ്ദേഹം ഇല്ല. അവിടുന്ന് അങ്ങോട്ട് സേനാപതി വരുന്നുണ്ട്. വന്നതിന് ശേഷം സിനിമ മുഴുവൻ അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടമാണ്. പക്ഷേ ആ ഇല്ലാത്ത ഭാഗത്തും അദ്ദേഹം ഉള്ള പോലത്തെ ഒരു ഫീലാണ് ഡയറക്ടർ മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിലെ വില്ലൻ റോള് ശരിക്കും പറഞ്ഞാൽ കുറേ പേരുണ്ടെങ്കിലും അതിലൊരു മെയിൻ വില്ലനായിട്ടുള്ളത് SJ സൂര്യയാണ്. SJ സൂര്യയ്ക്ക് ഈ സിനിമയിൽ അദ്ദേഹത്തിന് കുറച്ച് റോളുകളെ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മാർക്ക് ആൻ്റണി സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ശരിക്കും വിശാലും SJ സൂര്യയുമാണ് ഉള്ളത്. പക്ഷേ വിശാലിൻ്റെ ക്രെഡിറ്റ് കൂടി ആ സിനിമയിൽ SJ സൂര്യ കൊണ്ടുപോയി. അതുപോലത്തെ ഒരു നടനാണ്. പക്ഷേ അത്രയ്ക്കൊരു വലിയ ഒരു സീനുകൾ ഈ സിനിമയിൽ വന്നിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ അവസാനം കാണിക്കുന്ന ട്രെയിലറിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന റോളുണ്ട്. അത് നിങ്ങൾ കാണുക തന്നെ വേണം. കാരണം സേനാപതി ഇതിൽ മർമ്മവിദ്യയാണല്ലോ ഉപയോഗിക്കുന്നത്. അതേ മർമ്മവിദ്യ ഉപയോഗിച്ച് സേനാപതിയെ തന്നെ SJ സൂര്യയുടെ ആ ക്യാരക്ടർ വീഴ്ത്തുന്നതായിട്ട് ഇന്ത്യൻ 3യുടെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇന്ത്യൻ 3യുടെ ട്രെയിലർ കാണിക്കുമ്പോൾ ഈ സിനിമയിൽ യുവതീ-യുവാക്കളോട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്തിനാണ് എന്നൊരു സൂചന കൂടി തരുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. വളരെ പ്ലാനിങ് ആയിട്ടാണ് ഇന്ത്യൻ 3യിൽ പോയിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് അവസാനിക്കുക എന്ന് നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിനിമയിൽ കാളിദാസ് ജയറാം ഉണ്ട്. പക്ഷേ അങ്ങേർക്ക് കൂടുതൽ സ്ക്രീൻ ടൈം ഒന്നും ഈ സിനിമയിൽ കൊടുത്തിട്ടില്ല. ഇനി 3ാം ഭാഗത്ത് ഉണ്ടോയെന്നറിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അഭിനയമുള്ള രംഗങ്ങളൊന്നും കാളിദാസിന് നൽകിയിട്ടില്ല. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലർ കണ്ടപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കമൽ സാറിൻ്റെ വേഷം ഒരു ഫാൻസി ഡ്രസ്സ് പോലെയൊക്കെ ഉണ്ടെന്ന് വിമർശനമൊക്കെ വന്നിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യൻ 1ലും അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കോലൻ മുടിയൊക്കെയാണ്. ഒരു പ്രായമായ ആൾക്കുള്ള മുടിയാണെങ്കിലും ഒരു ഫാൻസി പോലെ തന്നെയാണ് തോന്നിയത്. പക്ഷേ അഭിനയം കൊണ്ട് അദ്ദേഹം അതൊക്കെ തകർത്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഈ സിനിമയിലും അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വേഷമൊക്കെ അദ്ദേഹം തകർത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സേനാപതിയുടെ അഴിമതിക്കെതിരെയുള്ള ഒരു അഴിഞ്ഞാട്ടമാണ്. ഫുൾ ആക്ഷൻ. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഫാമിലി ആയിട്ട് പോയി കാണുക. ഫാമിലി ആയിട്ട് പോയി കാണാതിരിക്കാനുള്ള രംഗങ്ങളൊന്നും ഈ സിനിമയിലില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് തന്നെ പോവുക. ഞാൻ ഇതിൻ്റെ ആദ്യ ഷോയ്ക്കാണ് പോയത്. അപ്പോൾ തിയേറ്ററിൽ നോക്കിയപ്പോൾ ഒരുപാട് ഫാമിലികൾ വന്നിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയ്ക്ക് കൊടുത്ത ക്യാഷിൻ്റെ ഇരട്ടിക്ക് മേലെ എനിക്ക് ലഭിച്ചതായ ഒരു ഫീൽ ഈ സിനിമ കണ്ടതുവഴി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ഫീല് നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഫ്ലേമിംഗ് തിങ്സിൽ കാണാം. ബൈ.